അപ്പോൾ ബ്രേക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ആയിരിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. റോഷിയാണ് നമുക്കൊപ്പം ഉള്ളത്. റോഷി പാൽ, വെരി ഗുഡ് മോർണിംഗ്. അതുപോലെ മറ്റൊരു ബ്രേക്കിംഗ് അലാറം അടിച്ചിരിക്കുന്നു. എന്താണ് ആ ബ്രേക്കിംഗ് വാർത്ത തലസ്ഥാനത്ത് നിന്ന്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. കോൺഗ്രസിനകത്തെ തർക്കങ്ങളാണ് പ്രധാന വാർത്തയായി വരുന്നത്. ഏതാണ്ട് 6 മാസത്തേക്ക് ഈ കോൺഗ്രസിനുള്ളിലെ തർക്കം അവസാനിച്ചു എന്ന് പറയുന്നതായിരിക്കും ഇനി ബ്രേക്കിംഗ് വാർത്ത എന്ന് തോന്നുന്നു. എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം തർക്കങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു എന്നുള്ളതായിരുന്നല്ലോ നമ്മൾ പുറത്തുവിട്ട വാർത്ത. പറഞ്ഞാട്ടെ, ഞാൻ ഇടയ്ക്ക് ഇടപെട്ടെന്നേ ഉള്ളൂ. ഡോക്ടർ അരുൺകുമാർ, കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഭിന്നതയുണ്ടായിരുന്നു. കാരണം വിഭാഗീയത കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. വിവിധ ഗ്രൂപ്പുകളും ഗോത്രങ്ങളുമാണ് കോൺഗ്രസിന്റെ ശക്തിയും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. പ്രധാനപ്പെട്ട 2 നേതാക്കൾ തമ്മിലുള്ള തർക്കം വല്ലാതെ മുറുകുന്നു. അവർ തമ്മിൽ പലതരത്തിൽ ആശയക്കുഴപ്പങ്ങൾ തുടരുന്നുണ്ട് ഈ തർക്കങ്ങൾ കാരണം. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതിയിലും പ്രധാനപ്പെട്ട ചർച്ചയായി വരികയും ചെയ്തു. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള തർക്കമാണ്. അത് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്നുവെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇന്നലെ സംയുക്ത വാർത്താ സമ്മേളനം വരെ മാറ്റിവെക്കേണ്ടി വന്നത് ഇവർ തമ്മിലുള്ള തർക്കം കാരണമാണെന്ന് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ കെ സുധാകരനും VD സതീശനും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട രാഷ്ട്രീയകാര്യ സമിതി തീരുമാനങ്ങൾ അറിയിക്കാമെന്നായിരുന്നു ധാരണയായത്. പക്ഷേ അവസാന നിമിഷം ആ വാർത്താ സമ്മേളനം ഉപേക്ഷിക്കുകയായിരുന്നു. തർക്കങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ഒരുമിച്ച് പോകണം, അല്ലെങ്കിൽ തനിക്ക് ഈ സംസ്ഥാനത്തിന്റെ ചുമതലയിൽ തുടരാൻ താല്പര്യമില്ല എന്ന യോഗത്തിൽ തന്നെ ദീപാദാസ് മുൻഷി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാനത്ത് തുറന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയായിരുന്നു ദീപാദാസ് മുൻഷി. എല്ലാ നേതാക്കളും ദീപാദാസ് മുൻഷിയെ കണ്ടു അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. പുനഃസംഘടന എത്രയും പെട്ടെന്ന് നടത്തണമെന്ന അഭിപ്രായം ശക്തമാണ് പാർട്ടിയിൽ. അങ്ങനെ പുനഃസംഘടന വളരെ പെട്ടെന്ന് തന്നെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു. സംസ്ഥാനത്തെ നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടി, ഇനി കൂടുതൽ അഭിപ്രായങ്ങൾ തേടി വൈകിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ആശയവിനിമയത്തിന്റെ ഒരു വിശദമായ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് ഉടൻ തന്നെ ദീപാദാസ് മുൻഷി കൈമാറും. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ദീപാദാസ് മുൻഷി കേരളം വിട്ടത്. ഏതായാലും പുനഃസംഘടനയിൽ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടന വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ 2 നേതാക്കളെയും, പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും മാറ്റണമെന്ന അഭിപ്രായം മറ്റൊരു വിഭാഗം നേതാക്കളും ഉയർത്തുന്നു. കാരണം അതൊരു പാക്കേജിന്റെ ഭാഗമായിട്ടാണ് KPCC അധ്യക്ഷനായി കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവായി VD സതീശനെയും നിയമിച്ചത്. അതുകൊണ്ട് 2 പേരെയും മാറ്റുന്നതായിരിക്കും ഉചിതമെന്ന അഭിപ്രായവും ശക്തമാണ്. ഏതായാലും എന്താണ് തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുക എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും AP അനിൽകുമാറും തമ്മിലുണ്ടായ തർക്കം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടിയിൽ തുടരുന്നു. മാത്രവുമല്ല, യോഗത്തിൽ സൂര്യനാട് രാജശേഖരൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുകയും ചെയ്തു. പിന്നീട് KC വേണുഗോപാൽ ഇടപെട്ട വിമർശനം പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. ഏതായാലും കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ തർക്കങ്ങൾ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്, അതിന്റെ മുന്നൊരുക്കങ്ങൾ സജീവമാക്കേണ്ട സമയമാണ്. അവിടെയാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വെല്ലുവിളിയായിക്കൊണ്ട് നേതാക്കൾ തമ്മിലുള്ള തർക്കം മുറുകുന്നത്. നേരത്തെ പലവട്ടം ഹൈക്കമാൻഡ് ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തിയതാണ്. എന്നിട്ടും തർക്കം പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാർ. ഓക്കെ റോഷി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല റോഷി, ഷാഫി പറമ്പിലാണെന്ന് തോന്നുന്നു ഈ അഭിപ്രായപ്പെട്ടത് ലീഡർഷിപ്പ് ലയബിലിറ്റി എന്നൊരു പദം ഉപയോഗിച്ചു എന്ന് പത്രത്തിൽ കണ്ടു. അങ്ങനെയാണെങ്കിൽ ലീഡർഷിപ്പ് ലയബിലിറ്റിയിൽ വലയുകയാണോ കോൺഗ്രസ് പാർട്ടി എന്നൊരു ചോദ്യമുണ്ട്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് തീരുവോ അടുത്ത തവണത്തെ അധികാരം? ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും KPCC പുനഃസംഘടനയുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണം എന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ ഇത്തരം രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ കഴിഞ്ഞാൽ ഒരു ബ്രീഫിങ്ങിന് ഈ വിയോജിപ്പുള്ളവരെ ഒരുമിച്ചിരുത്തി പ്രസ് ബ്രീഫിംഗ് നടത്താറുണ്ട്. പക്ഷേ ഇന്നലെ അത് നടന്നിട്ടുമില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം, അഭിപ്രായ ഭിന്നതകളൊക്കെ രൂക്ഷമാണ്. VD സതീശനെതിരെ ഒരു വിഭാഗം, ആ ഒരു വിഭാഗത്തിനെതിരെ VD സതീശൻ, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. പുനഃസംഘടനയുണ്ടെങ്കിൽ KPCCയിൽ മാത്രമാണോ ഉണ്ടാവുക? പ്രതിപക്ഷ നേതാവും മാറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.